ഗായ്സ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അഖിലും കൂടെ വയനാട് വന്നതാണ്. ഒരു 1 ഡേ ട്രിപ്പായിട്ട് വന്നതാണ് കേട്ടോ. ഞാനും നമ്മളെ അഖിൽ കണ്ടില്ലേ, ഇങ്ങോട്ട് നോക്കണേ ക്യാമറയിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഈ നെട്ര ഗ്രാമത്തിലേക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിത്രൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ വഴി വന്നതാണ്. അപ്പം നമ്മൾ തിരുനെല്ലിയല്ലേ അമ്പലത്തിലെല്ലാം പോയി, അതിന് ശേഷം ആണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഹ്മഗിരി ഹിൽസാണ് കേട്ടോ. ഈ കാണുന്ന ബ്രഹ്മഗിരി ഹിൽസ് നമ്മളൊരു കൊല്ലങ്കോടിൻ്റെ എല്ലാം ഒരു സ്ഥലം പോലെ തോന്നും കാണുമ്പോഴത്തേക്ക്. കണ്ടില്ലേ, നല്ല എന്തായാലും ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഈ വന്ന വഴികൾ എങ്ങനെയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാട്ടിക്കുളം കഴിഞ്ഞിട്ട് നേരെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കാട്ടിക്കുളം കഴിഞ്ഞിട്ട് കുറേ ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, അപ്പം ഞാനും അഖിലും നേരെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ തന്നെ വിട്ടാണ് കേട്ടോ. നല്ല കാലാവസ്ഥയാണ്, പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞിട്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, അപ്പം ഫോറസ്റ്റ് ഫുള്ള് അടിപൊളി റോഡാണ്. പിന്നെ ഫുള്ള് ഇതിൽ കൂടെ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഫുള്ള് ചെക്കിങ് ഉണ്ട് കേട്ടോ. വണ്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് അതിൽ ഇല്ലെല്ലായിട്ട് പോകുന്നുണ്ട്. നൈസാണ്, എന്തായാലും റോഡ് അടിപൊളിയാണ്. നമ്മളൊരു വയനാട് 1 ഡേ ട്രിപ്പിൻ്റെ പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്, ഞാനും അഖിലും. കണ്ടില്ലേ, പ്രകൃതി ഫുള്ള് നല്ല ലുക്കായിട്ടുണ്ട്. ഇപ്പം ഡിസംബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രാവൽ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പ്രകൃതിയൊക്കെ ഭയങ്കര നൈസാണ്, നല്ല തണുപ്പുമുണ്ട്. ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ പാടില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു KSRTC. കാട്ടിക്കുളം തോൽപ്പെട്ടി കുട്ടയിലേക്ക് പോകുന്ന വണ്ടിയാണ് ഇത്, KSRTC. ഹായ് ഗൈസ്, അപ്പം നമ്മൾ കാട്ടിക്കുളത്ത് നേരെ വിട്ടതിന് ശേഷം ഇപ്പം നമ്മളെ സ്ഥലത്തിൻ്റെ പേര് എന്താണെങ്കിലേ, ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിപ്പം തോൽപ്പെട്ടിയും പിന്നെ നമ്മൾ തോൽപ്പെട്ടി വന്യജീവി സങ്കേതമല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിയാണ് നേരെ പോകുന്നത്. പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തിരുനെല്ലി ടെമ്പിളിലേക്ക് 13 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലേക്ക് ആകെ 5.5 കിലോമീറ്റർ ഇല്ലോട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ വണ്ടി നിർത്തിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തോൽപ്പെട്ടി തിരുനെല്ലി അമ്പലം നമ്മളതിന് നേരെ പോകും. ഈ വണ്ടി ശരിക്കും പോലീസ് ലുക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ പോലീസ് വണ്ടിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പോലീസിൻ്റെ വണ്ടി എന്നല്ല. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, നല്ല ഫുള്ള് ഫോറസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. നൈസ് ലുക്കാണ് എന്ത് പറഞ്ഞാലും ഫോറസ്റ്റ്. ഇവിടുന്ന് 13 കിലോമീറ്റർ എന്നല്ല പറഞ്ഞാൽ അവിടെ കണ്ടതാണ്. ഇത് നല്ല കിടിലം ഫോറസ്റ്റാണ്. ഇതിലെ കൂടെ പോകുമ്പം 13 കിലോമീറ്ററും ഫുള്ളും ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, എവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരങ്ങനൊക്കെ കാണാൻ പറ്റും. നല്ല നേരത്തെ ആയിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആനേനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും ആനയെ കാണാനുള്ള സാധ്യത കുറവാണ് പൊതുവെ. പക്ഷേ ഫോറസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇതിലേക്കൂടെ വരാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. വരുന്ന വഴിയിലൊക്കെ കുറച്ച് കുരങ്ങന്മാരെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഒരു ജീവികളെ ഒന്നും കാണുന്നില്ല. സോ ആനേനെയൊക്കെ ഒന്ന് കാണാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. സോ വയനാട് വഴി വന്നിട്ട് ഞാൻ ഇതുവരെ കാട്ടാനകളൊന്നും കണ്ടില്ല. ഞാൻ ഒരു വട്ടം മഴയത്ത് ഈ വഴി വന്നിട്ടുണ്ട്, മഴക്കാലത്ത് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ മഴയായതുകൊണ്ട് അന്നേരം മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങുന്നുണ്ടായില്ല കേട്ടോ പുറത്തേക്ക്. സോ റോഡൊക്കെ നല്ല റോഡാണ്. ഇപ്പം അടുത്തായിട്ട് ടാർ ചെയ്ത
ഗായ്സ് നമ്മളങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ നമ്മളിപ്പം തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായി. ഉണ്ടല്ലേ, നല്ല റോഡാണ് കേട്ടോ. വന്ന വഴിയൊക്കെ നല്ല റോഡ്, നല്ല ഫോറസ്റ്റ്, എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ കൂടെ പ്രൈവറ്റ് ബസ്സും ഉണ്ട്, അതേപോലെ തന്നെ ഈ KSRTC ബസ്സും ഉണ്ട് കേട്ടോ. ഏത് സമയത്ത് നോക്കിയാലും ബസ്സിനൊരു ക്ഷാമമില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ബസ്സൊക്കെ ബ്ലോക്കാക്കി വെച്ചിട്ട് നേരെ മുകളിലേക്കാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത്. കണ്ടില്ലേ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ വണ്ടിക്ക് വെച്ചിട്ട് കാണുന്നുണ്ടല്ലേ. ബൈക്കായതുകൊണ്ട് അങ്ങ് മുകളിൽ വരെ നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റും. അതാണ് വേറൊരു പ്രത്യേകത. കണ്ടില്ലേ, ബൈക്കായതുകൊണ്ട് മാത്രം അങ്ങ് മുകളിൽ വരെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ സൈഡിലേടെയും വണ്ടി വെച്ചാലും മതിയാവും. നോക്കട്ടെ, ഇങ്ങനെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഇന്ന്. അങ്ങ് മുകളിൽ വണ്ടി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ വണ്ടി വെക്കാം. നമുക്ക് ഈ സൈഡിൽ വണ്ടി വെക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ, നൈസായിട്ട്. അഖിലൊക്കെ ഹെൽമെറ്റൊക്കെ കൂടുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലൗസ് ഒരു കണക്കിന് ഈ വണ്ടീൻ്റെ ഇവിടെ ഇറക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതും കൊണ്ട് ചുവന്നുകൊണ്ട് പോകണ്ടേ. അല്ല, ഹെൽമെറ്റ് അയക്കടാക്കി. ഏത് ഗൈസ്, ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഗൈസ്, നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് വന്നതാണ് കണ്ടില്ലേ. ഇവിടെ ഒരു ട്രൈബൽ കല്യാണം നടക്കുന്നുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാ. അപ്പം ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വീഡിയോ നടത്തില്ല. അപ്പോൾ പുറത്തേയുള്ള സ്ഥലമൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഗൈസ്, ഈ കാണുന്ന മലനിരകളാണ് കേട്ടോ, ബ്രഹ്മഗിരിയാണ് കേട്ടോ. ബ്രഹ്മഗിരി മലനിരകളാണ് സൈഡിൽ ഉണ്ടല്ലേ. ഈ സൈഡിലൊക്കെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, കണ്ടില്ല ആ സൈഡിൽ. ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ അമ്പലത്തിലെ തൊഴിലെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗൈസ്, നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ നെട്ടറ അല്ലേ, അങ്ങോട്ട് ഒരു ഗ്രാമത്തിലേക്കാണ് ഗൈസ്. അതും കൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാടെല്ലാം പോയിട്ട് വരാം. പഴയ വീഡിയോ ഉണ്ടോ? ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ നെട്ര ഗ്രാമം കേട്ടോ, കണ്ടില്ലേ. സോ ഇവിടെ ഫുള്ള് പാടമാണ്, ഈ കാണുന്നതെല്ലാം പാടം. അതിൻ്റെ പുറകിൽ കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ്, കണ്ടില്ലേ. ഒരു നെട്ര ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇതിലേക്കൂടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും കൂടെ വരണമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ വന്ന സമയത്ത് നമ്മൾ ഇവിടെയും കൂടെ വരണമെന്ന് വിചാരിച്ചായിരുന്നു. കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ. ബോർഡ് ക്ലാരിറ്റി ഇല്ല, അത് നമുക്ക് വെയിലടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ല, നമുക്ക് അതിലേക്കൂടെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു ചെറിയൊരു കൊല്ലങ്കോടെല്ലാം പോലത്തെ ഒരു ഫീൽ, ചെറുതായിട്ട്. ഓക്കെ, കൊല്ലങ്കോടൊക്കെ പോലെ ഉണ്ടാവും ജസ്റ്റ് കാണുമ്പോഴത്തേക്ക്. കണ്ടില്ല, നിലവിലിപ്പം നെൽകൃഷിയൊന്നും ഇവിടെ ചെയ്തിട്ട് കാണുന്നില്ല. പിന്നെ പക്ഷേ ഇത് ഓൾറെഡി കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഒരു ചെറിയ 2 പഴയ വില്ലേജ്, ഒരു വീടുണ്ട്. പിന്നെ അവിടെ ഒരു അരുവി പോകുന്നുണ്ട്, ഒരു പുഴ തന്നെ, ചെറിയൊരു തോട് പോലെ തന്നെ പോകുന്നുണ്ട്. കണ്ടില്ലേ, മുകളിലൊരു റിസോർട്ടാണ് ഗൈസ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇവർ റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നൈസാണ് എന്ത് പറഞ്ഞാലും. നമുക്ക് എന്തായാലും ഇനി നേരെ താഴേക്ക് ഇറങ്ങിയിട്ട്
ആ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് വരാം. അല്ലെങ്കിലേ വാടാ ഗൈസ്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. പക്ഷേ ഈ വരുന്ന ആൾക്കാരൊക്കെ ആടിയിടിയൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ചാടുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ കണ്ടില്ലേ? നമുക്ക് മുകളിലത്തെ ഭാഗം ഫുള്ളായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിലേ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നൈസാണ്. ഒരു വെള്ളമൊക്കെ അടിപൊളിയാണ്. എനിക്ക് ചെറിയ ഡൈപ്പറും കാര്യങ്ങളൊക്കെ ആടിയിടിയെല്ലാം ചാടിയിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നൈസാണ് ഗൈസ്. കണ്ടില്ലേ? സോ നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ഇട്ട് ആടെ ആ കാണുന്നിടത്ത് ഒരു ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുന്നത്. കണ്ടില്ലേ? നൈസ് ഗൈസ്. നമ്മൾ ഈ വഴികളിലേക്ക് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നല്ല രസമുണ്ട്. ഇതിലെ കൂടെ വെള്ളവും അരുവിയും അപ്പുറത്ത് പശുവും ഈ ഭൂമി പ്രകൃതിയും പിന്നെ അപ്പുറത്ത് ബ്രഹ്മഗിരി മലകളും ഒക്കെ നല്ല രസമുണ്ട് ഗൈസ്. കണ്ടില്ല? അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നൈസാണ് ഗൈസ്. നമ്മൾ കണ്ടില്ല ഈ സ്ഥലം? അവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പഴയൊരു വീട്. വേണമെങ്കിൽ വീടിൻ്റെ വീടൊരു വീഡിയോ ഒക്കെ എടുക്കുക നൈസായിട്ട്. പക്ഷെ നമ്മളെ കൊല്ലങ്കോട് പോലെയൊന്നുമില്ല, പക്ഷെ എങ്കിലും ഒരു ഇവിടുത്തേതായ ഒരു ബ്യൂട്ടി കേട്ടോ. സാധാരണ പഴയൊരു വീടൊക്കെ ആയിട്ട് ഇത് വീട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വീടാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. കണ്ടില്ലേ? ഒരു പഴയ വീട് സെറ്റപ്പ് ഗൈസ്. ഞാനും അഖിലും കൂടെ നെട്ര ഗ്രാമത്തിൽ വന്നപ്പം അവിടുന്ന് കുറച്ച് ദൂരം ഇപ്പുറത്തേക്ക് മാറിയ സ്ഥലത്തുനിന്ന് ഒരു ഫുള്ള് കണ്ടോ കേട്ടോ. ഇപ്പം നെൽകൃഷി ഇപ്പോൾ വിളവെടുപ്പിനായിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷി തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കേ കൂടി ഞാൻ നടക്കുവാണ്. അവിടെ കാണുന്ന ആൾക്കാരോട് ചോദിച്ചോട്ടെ ഇതിലെ കൂടെ നടന്നോട്ടെ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഞാനും അഖിലും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഫുള്ള് സ്വർണ്ണ കതിരുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നെല്ല്. ഇപ്പം അത്യാവശ്യം വിളവെടുപ്പിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നതല്ല കേട്ടോ. ഇത് ഫുള്ളായിട്ട് നെല്ല് വിളവെടുപ്പിനായിട്ടില്ല, ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസം. കണ്ടില്ലേ? സ്വർണ്ണ മണികൾ പോലെയുണ്ട് ഇവിടെ കാണാൻ. അഖിലാടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തുനിന്നും വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അടിപൊളിയല്ലേ ഗൈസ്? അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും എന്താ പറയുക ഉദ്ദേശിച്ചത്, അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.